AWS കോഡ് ബിൽഡും ക്ലൗഡ് വാച്ചും തമ്മിലുള്ള ഇൻറ്റഗ്രേഷനാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കി മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ AWSൻ്റെ ക്ലൗഡ് ബിൽഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അതിൽ വരുന്ന ആർട്ടിഫാക്ട്സ് എങ്ങനെയാണ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നതെന്നും അതൊരു S3 ബക്കറ്റിലോട്ട് എങ്ങനെയാണ് പുഷ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കി. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് AWSൻ്റെ കോഡ് ബിൽഡ് തന്നെയാണ്. അതിൽ നമുക്ക് ക്ലൗഡ് വാച്ച് എന്ന് പറഞ്ഞ ഒരു സർവീസ് ഉണ്ട്. അപ്പോൾ ക്ലൗഡ് വാച്ചുമായിട്ട് കോഡ് ബിൽഡ് ഏതൊക്കെ തരത്തിലാണ് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള പല 2-3 ടൈപ്സ് നമ്മൾ മെത്തേഡ്സ് നമ്മൾ നോക്കി മനസ്സിലാക്കും. അപ്പോൾ നമുക്ക് സെഷനിലേക്ക് കടക്കാം. ഇപ്പോൾ നമ്മൾ കോഡ് ബിൽഡും ക്ലൗഡ് വാച്ചും തമ്മിലുള്ള ഇൻറ്റഗ്രേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ക്ലൗഡ് വാച്ച് എന്ന് പറഞ്ഞൊരു സർവീസ് ജസ്റ്റ് ഒന്ന് എടുക്കാം. നമുക്ക് സെർച്ച് ചെയ്തെടുത്ത് നമുക്ക് ക്ലൗഡ് വാച്ച് ഒരു ടാബിൽ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ക്ലൗഡ് വാച്ചിൽ നമ്മൾ ആദ്യത്തെ ഇൻറ്റഗ്രേഷൻ മെത്തേഡ്, അതായത് കോഡ് ബിൽഡിൽ നിന്ന് ആദ്യം നമ്മൾ നോക്കുന്നതിൻ്റെ ലോഗ്സ് ആണ്. അതായത് ക്ലൗഡ് ബിൽഡിൽ നിന്ന് കിട്ടുന്ന ലോഗുകൾ ക്ലൗഡ് വാച്ചിലോട്ട് എങ്ങനെയാണ് കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യങ്ങൾ. അതായത് ഓരോ തവണ ബിൽഡ് നടക്കുമ്പോഴും നമുക്ക് ആ ഒരു ബിൽഡിൻ്റെ ലോഗ്, ഇപ്പോൾ ബിൽഡ് ഇപ്പം ഫോർ എക്സാമ്പിൾ സക്സസ് ആയാലും ഫെയിലിയർ ആയാലും അതിൻ്റെ റീസൺസ് എല്ലാം നമുക്ക് അറിയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ക്ലൗഡ് വാച്ചിലോട്ട് കിട്ടുന്ന ലോഗ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അനലൈസ് ചെയ്ത് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ കഴിഞ്ഞ സെഷനിൽ തന്നെ നമ്മൾ ആ ഒരു ബിൽഡ് സമയത്ത് ഒരു ഫെയിലിയർ വന്നപ്പോൾ നമ്മൾ അങ്ങനെ ക്ലൗഡ് വാച്ചിൻ്റെ ലോഗ് നമ്മൾ ഓൾറെഡി നോക്കി മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ അത് തന്നെയാണ് നമ്മളിപ്പോൾ ഇവിടെ പറയുന്ന കാര്യം. നമുക്ക് ഒന്നുകൂടെ സ്പെസിഫിക് ആയിട്ട് നോക്കാം. അതായത് കോഡ് ബിൽഡ് നമ്മുടെ പ്രോജക്റ്റ് ഇതാണ്. അപ്പോൾ ആ ഒരു പ്രോജക്റ്റിൽ നമുക്ക് ക്ലൗഡ് വാച്ചിലോട്ട് നമുക്ക് ലോഗ്സ് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കോഡ് ബിൽഡ് നമ്മുടെ പ്രോജക്റ്റ് എടുക്കുക, അതിൽ വന്നിട്ട് എഡിറ്റ് എടുത്തിട്ട് ലോഗ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്, അത് എഡിറ്റ് ചെയ്യുക. അതിൽ ഓൾറെഡി ബൈ ഡിഫോൾട്ടായിട്ട് ക്ലൗഡ് വാച്ച് എന്ന് പറഞ്ഞ സെക്ഷൻ ടിക്ക് കൊടുത്ത് ഓൾറെഡി എനേബിൾഡ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ലാസ്റ്റ് സെഷനിൽ കണ്ടിരുന്നു, നമുക്ക് ആ ഒരു ഫെയിലിയർ വന്നപ്പോൾ നമ്മുടെ ക്ലൗഡ് വാച്ചിലാണ് പോയി നമ്മളത് ഓപ്പൺ ആക്കി നോക്കിയത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മൾ ക്ലൗഡ് വാച്ചിലാണ് നമ്മൾ ആ ലോഗ് നോക്കി മനസ്സിലാക്കിയത്. അപ്പോൾ കാരണം അതിന് അവിടെ ലോഗ് വരാനുള്ള കാരണം ഓൾറെഡി ബൈ ഡിഫോൾട്ട് നമ്മൾ ഇവിടെ ഈ ഒരു ടിക്ക് എനേബിൾഡ് ആണ്. അതായത് അതുകൊണ്ടാണ് ക്ലൗഡ് വാച്ച് ലോഗ്സിലോട്ട് ഈ കോഡ് ബിൽഡ് റണ്ണിങ് ടൈമിൽ ബിൽഡിൻ്റെ ഓരോ തവണ ബിൽഡ് ചെയ്യുമ്പോഴും ആ ലോഗ്സ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോഗ്സ് ക്ലൗഡ് വാച്ചിലോട്ട് പോകുന്നത്. പിന്നെ ഇതിലുള്ള ലോഗ്സിൽ വരുന്ന ഒരു ഓപ്ഷൻ S3ലോട്ട് വേണമെങ്കിൽ നമുക്ക് ലോഗ് ചെയ്യാം. അങ്ങനെ 2 ഓപ്ഷനാണ് നമുക്കിവിടെ കൊടുക്കാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് സ്ട്രീം നെയിം, അങ്ങനെ വരുന്ന ലോഗ്സിന് പ്രത്യേകം ഒരു സ്ട്രീം എന്ന് പറഞ്ഞൊരു പേര് കൊടുത്തിട്ട് അതിൻ്റെ അണ്ടറിലാണ് കൊണ്ടുവരണമെങ്കിൽ അതിനൊരു പേര് നമുക്കിവിടെ കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കൊടുത്തിട്ട് നമുക്ക് അപ്ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് വരുന്ന ലോഗ്സ് ഓരോ തവണ ബിൽഡ് ചെയ്യുമ്പോഴും വരുന്ന ലോഗ്സ് ക്ലൗഡ് വാച്ചിൽ കിട്ടും. അപ്പോൾ ഓൾറെഡി നമുക്കിവിടെ ലോഗ്സിന് ഓപ്ഷൻ എനേബിൾഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ലോഗ്സ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്നുകൂടെ ഓപ്പൺ ചെയ്ത് നോക്കി വെരിഫൈ ചെയ്യാം. അപ്പം നമ്മുടെ ക്ലൗഡ് വാച്ച് തന്നെ എടുത്തിട്ട് നമുക്കവിടെ നമ്മുടെ ലോഗ് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് എടുക്കുക. അതിൽ നമ്മുടെ പ്രോജക്റ്റ്, അതായത് മൈ കോഡ് ബിൽഡ് പ്രോജക്റ്റ്, അതായത് നമ്മുടെ കോഡ് ബിൽഡിൻ്റെ പ്രോജക്റ്റ്, ആ ഒരു പ്രോജക്റ്റ് ആ ഒരു പേരിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ലോഗ് സ്ട്രീംസ് ഇങ്ങനെ കാണാൻ സാധിക്കും. കാരണം ഓരോ തവണ ബിൽഡ് ചെയ്യുമ്പോഴും ആ ഓരോ ബിൽഡ് ഐഡിയും ഇവിടെ കാണാൻ പറ്റും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോഗ്സ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ കോഡ് ബിൽഡ് എടുത്തിട്ട് നമ്മളിത് ഒന്ന് ഓപ്പൺ ചെയ്ത് ഞാനിപ്പോൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. കണ്ടില്ലേ, ഇവിടെ ഓരോ തവണ ബിൽഡ് ചെയ്യുമ്പോഴും അതിനൊരു ബിൽഡ് നമ്പർ വെച്ചിട്ടാണ് വരുന്നത്. അപ്പം ആ ഒരു ബിൽഡ് ഐഡിയാണ് ഇവിടെയും കാണിക്കുന്നത്. ആ 5 എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ആ ഓരോ തവണ ബിൽഡ് ചെയ്യുമ്പോഴും ആ ഓരോ ബിൽഡ് ഐ ഡി ഇവിടെ വരും, ലോഗ് സ്ട്രീമായിട്ട് ആ പേരിലാണ് വരുന്നത്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് അതിനകത്താണ് നമുക്ക് ആ ഒരു ലോഗ്സ് നമുക്കിവിടെ ജനറേറ്റ് ആയി വരുന്നത്, ഇതിലോട്ട് ലോഗ് ആവുന്നത്. കണ്ടില്ലേ, ഇതിപ്പോൾ ലാസ്റ്റ് നമ്മൾ ബിൽഡ് ചെയ്ത ലോഗാണ് ഇവിടെ വരുന്നത്. ലാസ്റ്റ് ആ ഒരു ആർട്ടിഫാക്ട്സ് അപ്ലോഡ് ചെയ്തെന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ നമ്മൾ ഫെയിലിയർ വന്നപ്പോഴും നമുക്ക് ഇങ്ങനെ വരുന്ന ഇതിൽ നിന്ന് എടുത്തിട്ടാണ് ഈ ലോഗ് നോക്കിയാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ ഇതാണ് ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് കോഡ് ബിൽഡ് ചെയ്യുന്ന ഓരോ സമയത്തും അതിൻ്റെ ലോഗ്സ് ക്ലൗഡ് വാച്ചിലോട്ട് നമുക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഒരു ഇൻറ്റഗ്രേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നീട് ഒന്ന് വരുന്നത് നമുക്ക് ക്ലൗഡ് വാച്ചിൽ തന്നെ നമുക്ക് മെട്രിക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൽ ഓൾ മെട്രിക്സ് എന്നും പറഞ്ഞെടുക്കാം. അപ്പോൾ ഇതിൽ മെട്രിക്സ് നമുക്ക് കോഡ് ബിൽഡിൻ്റെ മെട്രിക്സ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൈ പ്രോജക്റ്റോ അല്ലെങ്കിൽ അക്കൗണ്ട് മെട്രിക്സോ അത് നിങ്ങൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട്. അതായത് ബൈ പ്രോജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പം കോഡ് ബിൽഡിൻ്റെ പ്രോജക്റ്റ്, ഇപ്പോൾ ഒരു പ്രോജക്റ്റ് നമുക്കുള്ളൂ, ആ പ്രോജക്റ്റ് വെച്ചിട്ട് നമുക്കിവിടെ എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്കിവിടെ യൂസ് വരുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ പ്രൊജക്റ്റ് വൈസാണ് നമ്മളിപ്പോൾ എടുത്തതെങ്കിൽ ആ ഒരു പ്രൊജക്റ്റിൻ്റെ നമുക്കിവിടെ ആഡ് ടു ഗ്രാഫ് എന്ന് പറഞ്ഞ് കൊടുക്കാം. അതായത് ഇപ്പം മെട്രിക് നെയിം ഉണ്ട്, ഓരോ പ്രൊജക്റ്റിനും കറസ്പോണ്ടിങ് ആയിട്ട് മെട്രിക് നെയിം നമുക്കിവിടെ എടുക്കാൻ സാധിക്കും.
അതായത് നിങ്ങൾക്ക് ബിൽഡാണോ കാണേണ്ടത്, അല്ലെങ്കിൽ സക്സീഡ് ആയ ബിൽസിൻ്റെ എണ്ണമാണ് കാണേണ്ടത്, അല്ലെങ്കിൽ ഫെയിൽഡ് ആയതാണ് കാണേണ്ടത്, അല്ലെങ്കിൽ ഡ്യൂറേഷൻ, ഓരോ ബിൽസിന് എടുത്ത ഡ്യൂറേഷൻ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെട്രിക്സ് ഇവിടെ ഉണ്ട് നമ്മുടെ ഒരു പ്രോജക്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഫെയിൽഡ് ബിൽഡ് എടുക്കാം നമുക്ക് നോക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഫെയിൽഡ് ബിൽഡ് എടുത്ത് നമ്മൾ ആഡ് ടു ഗ്രാഫ് കൊടുക്കുകയാണ്. ഗ്രാഫ് കൊടുത്തിട്ട് ഇപ്പോൾ ഇവിടെ ഒന്നും കാണിക്കുന്നില്ല, കാരണം ഇപ്പോൾ ഡിഫോൾട്ട് ഇപ്പോൾ 3 hours ആണ് കാണിച്ചിരിക്കുന്നത്. നമുക്ക് 12 hours ആക്കി കൊടുക്കാം. അപ്പോൾ 12 hours ആക്കി കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കണ്ടില്ലേ ഇവിടെ ഒരു പോയിൻ്റ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ബിൽഡ് നമുക്കിവിടെ ഫെയിലായി എന്നുള്ളത് നമുക്കിവിടെ അറിയാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ ആവശ്യമുള്ള രീതിയിൽ 1 day കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രാഫ് ഇവിടെ കാണിക്കും. കൗണ്ട് കണ്ടില്ലേ, 1 ഒരു ബിൽഡ് ഫെയിലായി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ആവശ്യമുള്ള തരത്തിനുള്ള മെട്രിക്ക് നമുക്കിവിടെ ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ഗ്രാഫിൽ നോക്കി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതുപോലെ നമുക്കിവിടെ കോഡ് ബിൽഡ് എടുത്തിട്ട് നമുക്ക് ഇവിടെ തന്നെ ഇവിടെ ഒരു ഓപ്ഷനുണ്ട്, വ്യൂ ഓട്ടോമാറ്റിക് ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ നമുക്ക് അത് എടുത്തു കഴിയുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ച് മെട്രിക്സ് ഇവിടെ തന്നെ ഇവർ പോപ്പുലേറ്റ് ചെയ്ത് കാണിക്കും. അത്യാവശ്യം നമുക്ക് നോക്കി മനസ്സിലാക്കേണ്ട മെട്രിക്സുകൾ, അതായത് എത്ര സക്സീഡഡ് ആയിട്ടുള്ള ബിൽസിൻ്റെ എണ്ണം ഇവിടെ കാണിക്കും, എത്ര ഫെയിൽഡ് ആയിട്ടുള്ളതിൻ്റെ എണ്ണം ഇവിടെ കാണിക്കും, അതുപോലെ ടോട്ടൽ നമ്പർ ഓഫ് ബിൽസ് ഇവിടെ കാണിക്കും, അതുപോലെ ബിൽഡിനെടുത്ത ആവറേജ് ഡ്യൂറേഷൻ ഇവിടെ കാണിക്കും. അപ്പോൾ ഇവിടെ ഇപ്പം നിങ്ങൾക്ക് നോക്കി, അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഡ്യൂറേഷൻ നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇപ്പം 3 hours ആണ് ബൈ ഡിഫോൾട്ട് ഇവിടെ സെലക്റ്റഡ് ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ ഈ 3 hours നമുക്ക് ബിൽഡ്സ് ഒന്നും ചെയ്തിട്ടില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഒന്നും കാണിക്കാത്തത്. അപ്പോൾ അതല്ല നമുക്കിപ്പോൾ 12 hours കൊടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ച് ഇപ്പോൾ എന്തെങ്കിലും ബിൽസ് ഉണ്ടെങ്കിൽ അവിടെ കാണിക്കും. ഇപ്പോൾ 3 hours നമുക്കൊന്നും ഉണ്ടായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല. ഓക്കെ, കണ്ടില്ലേ ഇപ്പോൾ ഒരു കൗണ്ട് ഇവിടെ ഉണ്ട് 3 hours ഇട്ടപ്പോൾ തന്നെ. അതായത് നമ്മൾ 3 hours ഒരു ബിൽഡ് ഇവിടെ നടന്നിട്ടുണ്ട്, സക്സീഡ് ആയിട്ടുള്ള ബിൽഡ് ഒന്നുണ്ട്. അതുപോലെ കണ്ടില്ലേ ടോട്ടൽ വന്നു കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഒരു ബിൽഡുണ്ട് ടോട്ടൽ നോക്കുമ്പോഴും. അതുപോലെ ഇവിടെ നമുക്ക് ആവറേജ് ഡ്യൂറേഷൻ ഇത്രയും സെക്കൻഡ്സ് ആണ് അതിന് എടുത്തിട്ടുള്ളതെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്, 50.3 seconds എന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഈ കാണിക്കുന്ന മെട്രിക്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫെയിൽഡ് ബിൽസ് ഇപ്പോൾ ഇത്രയും ഒരു കറസ്പോണ്ടിങ് നമ്പർ ഓഫ് ഒരു 10 എന്ന് പറയുന്ന നമ്പർ നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇത്രയും ഒരു 10 ഫെയിൽഡ് ബിൽസ് അത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ വേറൊരു ലാംഡ ഫംഗ്ഷൻ ഇൻവോക്ക് ചെയ്യുന്നതിനോ അങ്ങനെയൊക്കെ കാര്യങ്ങൾ നമുക്ക് ഇവിടെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ നമുക്കിപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ബിൽസ്, ഇപ്പോൾ ഓട്ടോമാറ്റിക് ബിൽസൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്ന കേസിലാണെങ്കിൽ ഇപ്പോൾ ഇത്രയും ഡ്യൂറേഷനകത്ത് ഇത്രയും നമ്പർ ഓഫ് ബിൽസിൽ കൂടുതൽ വരികയാണെങ്കിൽ എന്തെങ്കിലും ബഗോ കാര്യങ്ങളോ കൊണ്ടാണ് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യിക്കാം. വേണമെങ്കിൽ നമുക്കിവിടെ ടോട്ടൽ നമ്പർ ഓഫ് സം എടുത്തിട്ട്, അതുപോലെ നമുക്ക് ഇപ്പോൾ ആവറേജ് ഡ്യൂറേഷൻ, അപ്പോൾ നമുക്കൊരു എക്സ്പെക്ട് ചെയ്ത ഡ്യൂറേഷൻ ഉണ്ടാവും. നമുക്കിപ്പോൾ ഓരോ കോഡ് ബിൽഡ് പ്രോജക്റ്റ് റൺ ചെയ്യുമ്പോഴും ബിൽഡ് ചെയ്യാൻ എടുക്കുന്ന സമയം ഒരു ആവറേജ് ഇത്രയും എടുക്കാവുള്ളൂ നമുക്കൊരു എക്സ്പെക്റ്റേഷൻ കാണാം. അപ്പം അതിൽ നിന്നൊക്കെ ഒരുപാട് കൂടി പോവുകയാണെങ്കിൽ നമുക്ക് ഇവിടെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു മെട്രിക് വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്തിട്ട് നമുക്കൊരു നോട്ടിഫിക്കേഷൻ കിട്ടാനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അലാറം സെറ്റ് ചെയ്യാനോ ഒക്കെ സാധിക്കും നമുക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഈ ക്ലൗഡ് വാച്ച് മെട്രിക്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തേത് ലോഗ്സ് ആണ്, ക്ലൗഡ് വാച്ചിൻ്റെ ലോഗ് കിട്ടും നമുക്ക് അതിലോട്ട്. രണ്ടാമത്തെ മെട്രിക്സ് ആണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മെട്രിക്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് കണ്ടീഷൻസൊക്കെ സെറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ നമുക്ക് അത് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ക്ലൗഡ് വാച്ചിൻ്റെ ഒരു സെഷൻ ഓൾറെഡി നമ്മൾ AWSൻ്റെ ഫണ്ടമെൻ്റൽ കോഴ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ഇങ്ങനത്തെ ടെസ്റ്റിങ് കാര്യങ്ങളൊക്കെ ഒരു സ്പെസിഫിക് ഒരു മെട്രിക്ക് കൂടിക്കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ചെയ്യും എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ ആ ഒരു ഫൗണ്ടേഷൻ കോഴ്സ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ അതിനെ പറ്റിയുള്ള ഐഡിയ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പറയുമ്പോൾ കോഡ് ബിൽഡും ഈ ക്ലൗഡ് വാച്ചും തമ്മിൽ ഇന്ന കാര്യങ്ങൾ വഴി നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞു പോകുന്നത്. കൂടുതൽ ഡൗട്ട്സ് ഉള്ള ആളുകൾ പിന്നെ ഇത് കണ്ടിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കുക. ഓക്കെ, ആ ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സെക്ഷൻ ഇതിലുണ്ട്. അപ്പോൾ അതിൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യുന്നതായിരിക്കും. പിന്നീട് ഉള്ളത് ഒന്ന് വന്നിട്ട് ഇവൻറ്റ്സ് എന്നുള്ള ഒരു സംഭവമാണ്. ഇതിൽ ക്ലൗഡ് വാച്ചിൻ്റെ ഇവൻറ്റ്സ് ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് റൂൾസ് എടുക്കാം. ഇവൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചൊരു ലെങ്തി ടോപ്പിക്കാണ്, നമുക്കിത് തന്നെ പെട്ടെന്ന് പറഞ്ഞു പോകാം. അപ്പോൾ ഈ റൂൾസ് എടുത്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ക്ലൗഡ് വാച്ച് ഇവൻറ്റ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവൻറ്റ് ബ്രിഡ്ജ് എന്നും പറഞ്ഞാണ് മാറിയിട്ടുണ്ട്, ഇവൻറ്റ് ബ്രിഡ്ജ് ആയിട്ടുണ്ട്. ഓക്കെ, പേര് കേട്ട് നിങ്ങൾ പേടിക്കേണ്ട, പെട്ടെന്ന് നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കി മനസ്സിലാക്കാം. അപ്പോൾ ഇവൻറ്റ് ബ്രിഡ്ജ്, അപ്പോൾ നമുക്ക് ഇവിടെ ഗോ ടു ഇവൻറ്റ് ആമസോൺ ഇവൻറ്റ് ബ്രിഡ്ജ്, അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ ഡീറ്റെയിൽ ആയിട്ട് വായിക്കണമെന്നുള്ളവർക്ക് വായിച്ച് നോക്കി മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഗോ ടു ആമസോൺ ഇവൻറ്റ് ബ്രിഡ്ജ് എടുക്കുകയാണ് നമ്മൾ. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ മെത്തേഡ് ഇൻറ്റഗ്രേഷൻ, അതായത് കോഡ് ബിൽഡും ക്ലൗഡ് വാച്ചും തമ്മിലുള്ള. അപ്പോൾ ഇവൻറ്റ് ബ്രിഡ്ജ് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഇവൻറ്റ് ബ്രിഡ്ജ് ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ ഒരു പർപ്പസ്, ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ സാധാരണ നമ്മുടെ കോഡ് ബിൽഡ്
നമ്മുടെ ബിൽഡ് പ്രോജക്റ്റ്, അതായത് നമ്മൾ ഇത്ര നാൾ എക്സാമ്പിൾസ് കണ്ട ആ ഒരു ബിൽഡ് പ്രോജക്റ്റ് നമ്മൾ എങ്ങനെയാണ് അത് റൺ ചെയ്യുന്നത്. നമ്മളിവിടെ സ്റ്റാർട്ട് ബിൽഡ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ മാനുവലി റൺ ചെയ്യുന്നത്. ഇനി അതല്ലാതെ നമുക്കൊരു സ്പെസിഫിക് ഡ്യൂറേഷൻ വെച്ചിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബിൽഡ് പ്രോജക്റ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കണം. ഫോർ എക്സാമ്പിൾ ഒരു 1 അവർ, എല്ലാ 1 അവർ കൂടുമ്പോഴും നമ്മുടെ ബിൽഡ് പ്രോജക്റ്റ് റൺ ചെയ്യണം. അങ്ങനെ ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഈ ആമസോണിൻ്റെ ഇവൻ്റ് ബ്രിഡ്ജിൽ സെറ്റ് ചെയ്തൊരു റൂളായിട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അത് ഒരു കേസ്. ഇനി അതല്ല, എന്തെങ്കിലും സ്പെസിഫിക് പാറ്റേൺ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ കോഡ് കമ്മിറ്റിൽ എന്തെങ്കിലും ചേഞ്ച് വരുമ്പോൾ അതനുസരിച്ചിട്ട് നമുക്കിപ്പം കോഡ് ബിൽഡ് റൺ ചെയ്യിപ്പിക്കണം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് കണ്ടീഷൻസ് ഉപയോഗിച്ച് നമുക്കിവിടെ പറഞ്ഞു കൊടുക്കണമെങ്കിൽ അതിനെല്ലാം നമ്മൾ ആമസോണിൻ്റെ ഇവൻ്റ് ബ്രിഡ്ജ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കി മനസ്സിലാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇവിടെ ക്രിയേറ്റ് റൂൾ എന്നും പറഞ്ഞൊരു ബട്ടണുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. നമുക്കിവിടെ റൂൾ നെയിം കൊടുക്കുക. അപ്പോൾ നമുക്കൊരു പേര് കൊടുക്കാം, ഇൻവോക്ക് കോഡ് ബിൽഡ് എവരി. നമുക്കിപ്പോൾ എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഒരു 1 അവർ വെച്ചിട്ട് സെറ്റ് ചെയ്യാം. നമുക്ക് ഇവൻ്റ് ബസ് ഡിഫോൾട്ട് തന്നെ കൊടുത്താൽ മതി. കണ്ടില്ലേ, ഇവിടെ നമുക്ക് റൂൾ ടൈപ്പാണ്. റൂൾ ടൈപ്പ് എന്തെങ്കിലും ഒരു ഇവൻറ്റ് പാറ്റേണിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് റൂൾ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഷെഡ്യൂൾ ചെയ്ത് സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ കാണിക്കുന്നത് ഒരു ഷെഡ്യൂൾ ബേസ് ചെയ്തിട്ട് ഈ ഒരു ഇവൻറ്റ് നടക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പം റൂൾ ദാറ്റ് റൺസ് ഓൺ എ ഷെഡ്യൂൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് എടുക്കാം. അതെടുത്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. ഇനി നമുക്ക് ഷെഡ്യൂൾ പാറ്റേൺ കൊടുക്കാം. നമ്മൾ ക്രോൺ ജോബ് സെറ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ്, അതിന് സിമിലർ ആയിട്ടുള്ള മെത്തേഡ് തന്നെയാണ് ഇവിടെയും. ഇപ്പോൾ ഈ ഷെഡ്യൂൾ ദാറ്റ് റൺസ് അറ്റ് റെഗുലർ റേറ്റ്, ഒരു റെഗുലർ ആയിട്ടുള്ള റേറ്റ് ആണ് റൺ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ കൊടുക്കാം. അല്ല നമുക്ക് ഫൈൻ ട്യൂൺ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്രോൺ കൊടുക്കുന്ന പോലെ, ക്രോൺ ജോബ് സെറ്റ് ചെയ്യുന്ന പോലെ ഇവിടെ നമുക്ക് ഈ ഫസ്റ്റ് ഓപ്ഷൻ എടുത്തിട്ട് അതങ്ങനെ കൊടുക്കാം നമുക്ക്. ഇപ്പം ഞാനിപ്പം ഈ ഒരു റെഗുലർ ആയിട്ടുള്ളൊരു ഇൻ്റർവെല്ലിന് റൺ ചെയ്യുന്നതിന് വേണ്ടിയാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ റേറ്റ് വന്നിട്ട് ഞാനിപ്പോൾ 1 അവറിന് വേണ്ടിയിട്ട് 1 എന്ന് കൊടുത്തു. മിനിറ്റ്സോ അവേഴ്സോ ഡേയ്സ് എന്നുള്ളത് ഞാൻ അവേഴ്സ് കൊടുത്തു. അത് കഴിഞ്ഞ് ഞാൻ നെക്സ്റ്റ് കൊടുത്തു. ഇനി അടുത്തത് ഈ ടാർഗറ്റ് ടൈപ്സ്, അതായത് ഈ ഒരു ഇവൻ്റ് ഏത് സർവീസിനെയാണ് അല്ലെങ്കിൽ എന്തിനെയാണ് ഇൻവോക്ക് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ വേണ്ട നമ്മുടെ AWSൻ്റെ ഒരു സർവീസിനെയാണ് ഇൻവോക്ക് ചെയ്യേണ്ടത്. AWS സർവീസ് മീൻസ് നമ്മുടെ കോഡ് ബിൽഡ് എന്ന് പറയുന്ന AWS സർവീസിനെയാണ് ഇൻവോക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ AWS സർവീസ് തന്നെ സെലക്ട് ചെയ്യുക. ടാർഗറ്റ് ടൈപ്പ് വന്നിട്ട് നമ്മുടെ കോഡ് ബിൽഡ് പ്രോജക്റ്റ്, നമ്മുടെ ഒരു കോഡ് ബിൽഡ് പ്രോജക്റ്റ് ആണല്ലോ നമുക്ക് ഇൻവോക്ക് ചെയ്യേണ്ടതല്ല എവരി അവറിൽ. അപ്പോൾ നമ്മൾ ഈ ഒരു ലിസ്റ്റിൽ നിന്നുകൊണ്ട് കോഡ് ബിൽഡ് പ്രോജക്റ്റ് സെലക്ട് ചെയ്യുക. പ്രോജക്റ്റ് AR എന്നും പറഞ്ഞൊരു സംഭവം ഇവിടെ ഉണ്ട്, അത് കൊടുക്കുക. അപ്പോൾ പ്രോജക്റ്റ് AR എന്താണെന്ന് അറിയില്ലെങ്കിൽ നമുക്കിവിടെ ലേൺ മോർ എന്ന് പറഞ്ഞൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് പുതിയൊരു ടാബിൽ ഓപ്പൺ ചെയ്യുക. അപ്പോൾ അവിടെ അതിൻ്റെ ഒരു ഫോമാറ്റ് കാണിച്ചു തരും, ബിൽഡ് പ്രോജക്റ്റ് ARN ഫോമാറ്റ്. അപ്പോൾ ജസ്റ്റ് അത് അവിടെ നിന്ന് കോപ്പി ചെയ്യുക, എന്നിട്ട് ആ ഇവൻ്റ് ബ്രിഡ്ജിൽ വന്ന് അതുപോലെ അങ്ങ് പേസ്റ്റ് ചെയ്യുക ആദ്യം. എന്നിട്ട് നമുക്ക് ചേഞ്ച് വരുത്തേണ്ട ഭാഗങ്ങൾ മാത്രം മാറ്റി കൊടുക്കാം. കോഡ് ബിൽഡ് റീജിയൻ ID ആണ്. അപ്പോൾ റീജിയൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ റീജിയൻ, നമ്മളിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന റീജിയൻ ഏതാണ്, നമുക്കിവിടെ ഒഹിയോ എന്ന് പറഞ്ഞ് കാണിക്കും. അതിൻ്റെ പേര് വന്നിട്ട് US East 2 ആണ്. അപ്പോൾ അതിവിടെ കൊടുക്കുക. ആ റീജിയൻ ID എന്നുള്ളത് മാറ്റിയിട്ട് US East 2, അത് അവിടെ എടുത്ത് നോക്കാതെ തന്നെ നിങ്ങൾക്ക് ഇവിടെ മുകളിൽ URL നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും മനസ്സിലാവും നമ്മുടെ റീജിയൻ ഏതാണെന്ന്, US East 2. ഓക്കെ, അപ്പോൾ അതിവിടെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അക്കൗണ്ട് ID ഏതാണെന്നും കൂടെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അക്കൗണ്ട് ID നമ്മുടെ അക്കൗണ്ട് റൈറ്റ് സൈഡിൽ മുകളിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ അക്കൗണ്ട് ID അവിടെ തന്നെ കാണിക്കും. കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അത് ക്ലിക്ക് ചെയ്ത് കോപ്പി ആയ ശേഷം നമുക്കിവിടെ അക്കൗണ്ട് IDയുടെ അവിടെ കൊണ്ടുവന്ന് ആ ഡിഫോൾട്ട് ടെക്സ്റ്റ് റീപ്ലേസ് ചെയ്ത് നമ്മുടെ അക്കൗണ്ട് ID കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മുടെ പ്രോജക്റ്റ് നെയിം എന്നുള്ളത് നമ്മുടെ കോഡ് ബിൽഡ് പ്രോജക്റ്റാണ്. കോഡ് ബിൽഡ് പ്രോജക്റ്റിൻ്റെ നെയിം അവിടെ കൊടുക്കുക. ഇതാണ് നമ്മുടെ കോഡ് ബിൽഡ് പ്രോജക്റ്റിൻ്റെ നെയിം വന്നിട്ട്. അപ്പോൾ അതെടുത്തിട്ട് ഈ ഒരു പ്രൊജക്റ്റ് നെയിം എന്നുള്ളിടത്ത് അത് മാറ്റിയിട്ട് അതവിടെ കൊടുക്കുക. ഇത്രയും മാത്രം ചെയ്താൽ മതി. പിന്നെ നമുക്ക് ആസ് യൂഷ്വൽ നമുക്ക് ക്രിയേറ്റ് ഒരു റോള് വേണം. അതായത് നമുക്ക് ഈ ഒരു ആമസോൺ ഇവൻ്റ് ബ്രിഡ്ജിന് കോഡ് ബിൽഡ് ഇൻവോക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു റോള് വേണം. അപ്പോൾ അത് ഓൾറെഡി ഞാനിവിടെ ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് എക്സിസ്റ്റിംഗ് റോൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ക്രിയേറ്റ് എ ന്യൂ റോൾ എന്നും പറഞ്ഞ് തന്നെ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് കൊടുക്കുക. എക്സിസ്റ്റിംഗ് റോൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി ഒരു റോൾ എനിക്ക് ഓൾറെഡി ഉണ്ട്, കണ്ടില്ലേ? അപ്പോൾ ഒന്നിൽ അത് കൊടുക്കുക. അല്ല നിങ്ങൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൈം ആണെങ്കിൽ ക്രിയേറ്റ് എ ന്യൂ റോൾ കൊടുത്ത് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക. റിവ്യൂ എല്ലാം ചെയ്തിട്ട് നമ്മൾ വീണ്ടും ക്രിയേറ്റ് റൂള് കൊടുക്കുക. അപ്പോൾ ഈ ഒരു റൂള് ക്രിയേറ്റ് ആയി കഴിഞ്ഞു, കണ്ടില്ലേ? ഒരു ഡിഫോൾട്ട് റൂള് ഇവിടെ ഓൾറെഡി ഉണ്ട്, AWSൻ്റെ കോഡ് സ്റ്റാർ നോട്ടിഫിക്കേഷൻ റൂൾ എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത റൂളാണ് ഇത്. അപ്പോൾ ഈ റൂള്
സ്റ്റാറ്റസ് എനേബിൾഡ് ആണ്. അപ്പോൾ ഈ റൂള് ചെയ്യുന്നത് എവരി 1 hour കൂടുമ്പോൾ നമ്മുടെ കോഡ് ബിൽഡ് പ്രോജക്റ്റിനെ ഇൻവോക്ക് ചെയ്തത് റൺ ചെയ്യിപ്പിക്കും. നമ്മുടെ ഈ ഒരു പ്രോജക്റ്റിനെ നമ്മൾ മാനുവലി എടുത്ത് ഇവിടെ സ്റ്റാർട്ട് കൊടുക്കുന്നത് പോലെ തന്നെ, പക്ഷേ ഇപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ആ ഒരു സംഭവം ഇവിടെ നടക്കും. അതായത് എവരി 1 hour ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു ബിൽഡ് പ്രോജക്റ്റ് റൺ ആവും. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് റൂൾസ് നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കണ്ടത് ഇപ്പം ഷെഡ്യൂൾ ബേസ് ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇനി അത് കൂടാതെ അല്ലെങ്കിൽ നമുക്കൊരു അല്ലാത്ത മെത്തേഡ്സ് ഇതിലുണ്ട്. അതായത് ഇതിപ്പോൾ ഇവൻ്റ് പാറ്റേൺ എന്നും പറഞ്ഞാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഇവൻറ്റ്സ് അനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് AWSൻ്റെ ഇവൻറ്റ്സ് എടുത്തിട്ട് നമുക്കിവിടെ ഒരുപാട് ടൈപ്പ് ഓഫ് ഇവൻറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഓട്ടോ സ്കെയിലിംഗ് ഉണ്ട്, നമുക്കതുപോലെ ക്ലൗഡ് ഫോർമേഷൻ ഉണ്ട്, അതുപോലെ കോഡ് ബിൽഡ് ഉണ്ട്. അതായത് കോഡ് ബിൽഡ് എടുക്കുകയാണെങ്കിൽ കോഡ് ബിൽഡിൻ്റെ ഫേസ് ചേഞ്ച് ഉണ്ട്, ബിൽഡ് സ്റ്റേറ്റ് ചേഞ്ച് ഉണ്ട്. അപ്പോൾ ബിൽഡ് സ്റ്റേറ്റ് ചേഞ്ച് എടുക്കുകയാണെങ്കിൽ നമുക്ക് അതനുസരിച്ചിട്ടുള്ള ഇവൻറ്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ ഒരു സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ അതനുസരിച്ച് നമുക്ക് മറ്റെന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വരുത്തുന്നതിനോ അതനുസരിച്ചിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ലാംഡ ഫംഗ്ഷൻ ഇൻവോക്ക് ചെയ്യുന്നതിനോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. അതിപ്പോൾ ഞാനിപ്പോൾ കൂടുതൽ പറഞ്ഞ് നിങ്ങളെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. നിങ്ങൾക്ക് ബൈ ഓൺ നിങ്ങൾക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് പിന്നീട് ഒരു സെഷനിൽ അതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കിയത് കോഡ് ബിൽഡും ക്ലൗഡ് വാച്ചും തമ്മിൽ എങ്ങനെ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ 3 മെത്തേഡ്സാണ് മെയിൻലി ഉള്ളത്. ഒന്ന് ക്ലൗഡ് വാച്ചിൻ്റെ ലോഗ്സ് നമുക്ക് യൂസ് ചെയ്യാം, കോഡ് ബിൽഡ് ഓരോ തവണ റൺ ചെയ്യുമ്പോഴും ലോഗ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ ഒന്ന് ക്ലൗഡ് വാച്ചിൻ്റെ മെട്രിക്സ് നമുക്ക് യൂസ് ചെയ്യാം, ഓരോരോ കറസ്പോണ്ടിങ് മെട്രിക്സ്, അതായത് എത്ര നമ്പർ ഓഫ് ഫെയിലേഴ്സ് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര സക്സീഡഡ് ബിൽഡ്സ് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ബിൽഡിൻ്റെ ടോട്ടൽ ഡ്യൂറേഷൻ എത്ര എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് മെട്രിക്സ് അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊക്കെ നമുക്ക് എന്തെങ്കിലും ഇവൻറ്റ്സ് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് ഇതിൻ്റെ മെട്രിക്സ് ഉപയോഗിച്ചിട്ട്. ഓക്കെ, പിന്നീട് നമുക്കുള്ളത് ഈ ഇവൻറ്റ് ബ്രിഡ്ജാണ്. എന്തെങ്കിലും ഓട്ടോമേഷൻസ് ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഇവൻറ്റ് ബ്രിഡ്ജ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ള ഒരു ഓവർവ്യൂ. അപ്പോൾ നിങ്ങൾ ക്ലൗഡ് വാച്ചിൻ്റെ സെഷൻ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടില്ല എങ്കിൽ AWSൻ്റെ ഫണ്ടമെൻ്റൽ കോഴ്സിൽ നമുക്ക് ക്ലൗഡ് വാച്ചിൻ്റെ ഒരു സെഷൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അത് കണ്ടു നോക്കി കൂടുതൽ എക്സ്പ്ലോർ ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇവിടെ Q&A സെക്ഷൻ ഉണ്ട്. ഈ ഒരു കോഴ്സിന് സെക്ഷൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സെക്ഷൻ കാണാൻ പറ്റും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്, ഞങ്ങൾ അതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സെഷനിൽ കാണാം ഇനി.